ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീം ഉള്ളത്. എതിരാളികൾ സ്കോട്ട്ലാൻഡാണ്. വരുന്ന വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള ആഞ്ചലോട്ടിയുടെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ ചില പരീക്ഷണങ്ങളൊക്കെ ആഞ്ചലോട്ടി നടത്തി എന്നാണ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് റാഫീഞ്ഞ അടുത്ത മത്സരത്തിന് ഉണ്ടാവില്ല, പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പകരം വലത് വിങ്ങിൽ 2 താരങ്ങളെയാണ് പരീക്ഷിച്ചിട്ടുള്ളത്. ലൂയിസ് ഹെൻറിക്കയെ പരീക്ഷിച്ചിട്ടുണ്ട്, റയാനെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 2 താരങ്ങളിൽ ഏത് താരത്തെ കളിപ്പിക്കും എന്നുള്ളത് ഇപ്പോൾ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ റയാനായിരുന്നു പകരം ഇറങ്ങിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ റയാന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂയിസ് ഹെൻറിക്കയെ കൊണ്ടുവരണം എന്ന് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു മാറ്റം അത് സെന്റർ ബാക്ക് പൊസിഷനിലാണ്. അതായത് ലിയോ പെരേരയെ ഇപ്പോൾ പരീക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗബ്രിയേൽ മഗല്ലസിന് മസിൽ ഫാറ്റിഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മഗല്ലസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നിരുന്നാലും മാർക്കിഞ്ഞോസിനോടൊപ്പം ലിയോ പെരേരയെ ഇപ്പോൾ ഡിഫൻസിൽ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പരീക്ഷണം അത് മുന്നേറ്റ നിരയിലാണ്. അതായത് മാത്യൂസ് കുഞ്ഞക്കൊപ്പം എൻട്രിക്കിനെ കൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മാത്യൂസ് കുഞ്ഞ, എൻട്രിക്ക് ഈ 2 താരങ്ങളെയും ഒരുമിപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് കാർലോ ആഞ്ചലോട്ടി നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ മധ്യനിരയിൽ നിന്നും ഒരു താരത്തിന് മാറി നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ ലുക്കാസ് പക്കേറ്റയ്ക്ക് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതെല്ലാം പരീക്ഷണങ്ങൾ മാത്രമാണ്. ഇനിയും ട്രെയിനിങ് സെഷനുകൾ അവശേഷിക്കുന്നുണ്ട്. നെയ്മർ ജൂനിയർ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പകരക്കാരന്റെ വേഷത്തിലാണ് നമ്മളിപ്പോൾ നെയ്മറെ അടുത്ത മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.